ഇസ്രായേലിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നാണ് ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റഷ്യ, വെനസ്വേല, ഇറാൻ ഇവരുടെ ക്രൂഡ് ഓയിൽ ട്രേഡിന് ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്തിനു വേണ്ടി? ആദ്യം തന്നെ ഇസ്രായേലിനെ എന്തിനാണ് ട്രംപ് വാൺ ചെയ്തിട്ടുള്ളത് അതൊന്ന് കണ്ടുനോക്കാം. ഇപ്പോൾ ഇസ്രായേലിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തുന്നത് മുന്നറിയിപ്പ് നൽകുകയാണ്. നെതന്യാഹുവിന് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ഇനി ആക്രമിക്കരുത് എന്ന അതിശക്തമായ താക്കീത് നൽകുകയാണ്. ആക്രമണം ഗൾഫിലുടനീളം ഇറാന്റെ ആക്രമണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഇനി ഖത്തറിനെ ആക്രമിച്ചാൽ US ഒറ്റയ്ക്ക് ഇറാന്റെ എണ്ണപ്പാടത്ത് ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുന്നുണ്ട്. വിശദാംശങ്ങൾ അഫ്താബ് നൽകും. അഫ്താബ്, എന്താണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്? ദിവ്യ, ഇന്നലെ രാത്രി, അതായത് ഇതുവരെ യുദ്ധം ആരംഭിച്ച ശേഷം ഗൾഫിന്റെ വിവിധ രാജ്യങ്ങൾ ഒരേ സമയം പ്രകമ്പനം കൊണ്ട ഒരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് സൗദി തലസ്ഥാനമായ റിയാദ് ഉൾപ്പെടെ മിസൈലുകളുടെ, അതായത് 8 ബാലിസ്റ്റിക് മിസൈലുകൾ തുടരെ എത്തുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആകാശത്ത് വെച്ച് അവ നിർവീര്യമാക്കുന്നു. പലതും താഴേക്ക് പതിക്കുന്നു, ചിലർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ പലയിടത്തും തീഗോളം പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ വലിയ തോതിൽ ആക്രമണം നടന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ രാത്രി. ഇതിന് പ്രധാനപ്പെട്ട കാരണമായത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർസ് എണ്ണപ്പാടത്ത് വലിയ തോതിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ അതിന്റെ ഒരു ഭാഗത്ത് മാത്രം നടത്തിയെന്നുള്ളതാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണിത്. അത് ഇറാനെ വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിച്ചു. മാത്രവുമല്ല, IRGC-യുടെ മേൽനോട്ടത്തിൽ ഗൾഫിലെ വിവിധ എണ്ണപ്പാടങ്ങളിലേക്ക് രൂക്ഷമായ ആക്രമണത്തിന് ഇറാൻ പിന്നാലെ നേതൃത്വം നൽകി. ഖത്തറിൽ ആക്രമണമുണ്ടായി. അത് വലിയ തോതിൽ അവിടെയുള്ള എണ്ണപ്പാടങ്ങളിൽ തീ പടർത്തി. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ റിഫൈനറികളിൽ ചിലതിന് പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം ഗൾഫിലെ ഇതര മേഖലയിലേക്കും സമാന രീതിയിൽ തന്നെ ആക്രമണമുണ്ടായി. ഇതിന് പ്രധാനമായും കാരണമായത് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തൊട്ടുകഴിഞ്ഞാൽ ഗൾഫിലെ എണ്ണപ്പാടങ്ങൾ കത്തുമെന്ന് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് മേലാൽ ഇനി ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ പോയി ആക്രമണം നടത്തരുത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന് ട്രംപ് വാർണിംഗ് ആയി നൽകുന്നത്. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള സമ്മർദ്ദം ട്രംപിന് മേൽ ഈ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. കാരണം സമ്മർദ്ദം മാത്രമല്ല, നമുക്കറിയാം ട്രംപ് അണ്ണൻ ഈ എണ്ണപ്പാടങ്ങളിലൊക്കെ കണ്ണുവെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തകരുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് അണ്ണൻക്ക് പ്രഷർ ഏറും. ആ പ്രഷർ എറിയത് ഇസ്രായേലിനോട് ഇപ്പോൾ തീർത്തതാണ്. അതായത് അവർക്കൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇനി മേലാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്ക് മിസൈൽ അറ്റാക്ക് ചെയ്യരുത്, അതായത് അറ്റാക്ക് ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തിനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ, വെനസ്വേല, ഇറാന്റെ ക്രൂഡ് ഓയിൽ ട്രേഡിന് ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയിട്ടുള്ളത്? അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ലോകത്തിലെ പല രാജ്യങ്ങളും, പകുതിയിൽ കൂടുതൽ രാജ്യങ്ങളും ഇപ്പോൾ നടക്കുന്ന വാറിൽ US-നും ഇസ്രായേലിനും എതിരാണ്. അത് ഓപ്പണായി പറഞ്ഞ രാജ്യങ്ങളുമുണ്ട്, അല്ലാതെ പറയുന്ന രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ യുദ്ധം കാരണം ഒരുപാട് എക്കണോമിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ എനർജി സെക്യൂരിറ്റി ഇഷ്യൂ വരുന്നുണ്ട്. ഓൾറെഡി എനർജി സെക്യൂരിറ്റി ഇഷ്യൂ രൂക്ഷമാണ്. അതിന്റെ രൂക്ഷത ഇനിയും വർദ്ധിച്ചാൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഏതാനും ചില രാജ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുമുണ്ട്. പക്ഷേ ഇത് രൂക്ഷമായി കഴിഞ്ഞാൽ ഇവരടക്കം US-നും ഇസ്രായേലിനുമെതിരെ തിരിയുമെന്ന ഭയത്തിലാണ് US പ്രസിഡന്റ് ഇപ്പോൾ റഷ്യക്കും ഇറാനും ഒക്കെ ഗ്രീൻ സിഗ്നൽ, അതായത് ക്രൂഡ് ഓയിൽ ട്രേഡ് നടത്താൻ വേണ്ടി ഗ്രീൻ സിഗ്നൽ നൽകിയിട്ടുള്ളത്. രണ്ടാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഒരു ട്രേഡ് നടത്താൻ വേണ്ടി ഇവർക്ക് US-ന്റെ പെർമിഷൻ വേണ്ട എന്നുള്ളതാണ്. എന്നാൽ ഇറാൻ ഇത്ര അഗ്രസീവ് ആകാൻ വേണ്ടി ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ഹിറ്റ് ചെയ്തത് മാത്രമാണോ കാരണം? ഒരിക്കലുമല്ല. ഇറാന്റെ പല മുൻനിര നേതാക്കളും ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് അവസാനമായിട്ടാണ് ഇപ്പോൾ അലി നാരിജാൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഇവരുടെ അറ്റാക്കിംഗ് പാറ്റേൺ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുണ്ട്. അപ്പോൾ US-ന്റെ ഒരു എയർക്രാഫ്റ്റ് കരിയർ ഇറാന്റെ സൈഡിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ US പറഞ്ഞിട്ടുള്ളത് അത് അവിടുന്ന് മൂവ് അവേ ചെയ്തു എന്നാണ്, മാറ്റുകയാണെന്നാണ് പറഞ്ഞത്. പോർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അതിന് കാരണം പറഞ്ഞത് അതിന് തീപിടുത്തം സംഭവിച്ചിട്ടുണ്ട്, കുറച്ച് റിപ്പയറിംഗ് മെയിൻ്റനൻസ് വർക്ക് ഉണ്ട് എന്നാണ് US-ന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത്. എന്നാൽ
ഇറാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അതിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ഒരു കാര്യം US-ഉം സമ്മതിക്കുന്നുണ്ട്. അതായത് അറ്റാക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നുപോലും ഹിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് US പറയുന്നത്. എല്ലാം ഡിഫെൻഡ് ചെയ്തു എന്ന് US പറയുന്നത്. അതേസമയം US പറഞ്ഞിട്ടുള്ളത് ചെറിയൊരു തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ റിപ്പോർട്ടുകൾ പറയുന്നത് അതിന്റെ ഡാമേജ് അത്രയും വലിയ ഡാമേജസ് ആണ് അതിന് സംഭവിച്ചിട്ടുള്ളത്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കരിയറാണ് അത്. അപ്പോൾ ചെറിയൊരു തീപിടുത്തം ഒന്നും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പോർട്ടിലേക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇറാൻ ഇപ്പോൾ അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. ഈ യുദ്ധം എന്തായിത്തീരുമെന്ന് കണ്ടറിയേണ്ടി വരും. ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയും ലോകത്ത് സമാധാനം വരാൻ വേണ്ടിയും.